പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു തന്നെക്കുറിച്ച് പറയുന്ന അനുഗ്രഹീതമായ ഒരു പ്രസ്താവന നാം വായിക്കുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. പാലസ്തീൻ നാട്ടിൽ ഏവർക്കും സുപരിചിതമായ ഒരു ഫലവൃക്ഷമാണ് മുന്തിരിവള്ളി. മുന്തിരിവള്ളിയും കാട്ടുമുന്തിരിവള്ളിയും ഒക്കെ അവർ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫലമുളവാക്കുന്ന, ഏറ്റവും നല്ല ടേസ്റ്റിയായ, ഗുണകരമായ മുന്തിരിവള്ളിയാണ് ഞാൻ. സാക്ഷാൽ മുന്തിരിവള്ളിയാണ് ഞാൻ. യേശു അങ്ങനെ പറയുമ്പോൾ പല അർത്ഥതലങ്ങൾ ആ വാക്കുകൾക്ക് ഉണ്ട്. മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആഴമേറിയ ഭാവങ്ങൾ, ആ ഇതരേതരത്വം വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് യേശുവിൻ്റെ പ്രസ്താവനയിലുള്ളത്. വള്ളിയിൽ അല്ല, കൊമ്പുകളിലാണ് ഫലമുള്ളത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കൊമ്പുകളാണ്. മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് കായ്ക്കുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതം ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ സ്ഥാപിക്കപ്പെട്ടത്, ആ ഫലപൂർണത വെളിപ്പെടണമെങ്കിൽ കൊമ്പുകൾക്ക് വള്ളിയോട് ചേർന്ന് നിൽക്കാതെ കഴിയുകയില്ല. സ്വയം നിൽക്കുവാനോ ജീവൻ നിലനിർത്തുവാനോ കൊമ്പിന് കഴിയില്ല. അതുപോലെയാകുന്നു യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത. കൊമ്പിന് വെള്ളവും വളവും എല്ലാം ലഭിക്കുന്നത് വള്ളിയിൽ നിന്നാണ്. അവിധമായൊരു ബന്ധം ദൈവവും നാമും തമ്മിലുണ്ട് എന്നുള്ളൊരു വ്യക്തമാക്കുന്ന പദമാണ്. മറ്റൊന്ന്, സാക്ഷാൽ ജീവന്റെയും സ്നേഹത്തിൻ്റെയും ആത്മശക്തിയുടെയും ഏക ഉറവിടം അത് യേശുക്രിസ്തുവാകുന്നു എന്നുള്ളതാണ്. യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എല്ലാ ആത്മഫലങ്ങളും, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക. യേശു ഈ അവനിയിൽ വന്നത് നാം ഫലപൂർണരാകേണ്ടതിനാണ്. യേശുനാഥൻ തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയ ആ ഫലപൂർണത ഒരു മനുഷ്യൻ, ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എவ்விധം ഫലപൂർണമായി തീരണമെന്നുള്ളത് യേശുനാഥൻ തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫലപൂർണത യേശുക്രിസ്തുവുമായി ചേർന്ന് നിന്നാലേ കഴിയൂ. മനുഷ്യൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ടോ കഴിവുകൾ കൊണ്ടോ മാത്രം യഥാർത്ഥ ആത്മീയ സ്വഭാവ സവിശേഷതകൾ ഉളവായി വരുവാൻ സാധ്യമല്ല എന്നുള്ളത് ഈ ഉപമാനത്തിലൂടെ യേശുനാഥൻ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതം ഫലപൂർണമാകേണ്ടതിന് കർത്താവുമായി ചേർന്ന് വസിക്കാം. ആ മ്യൂച്വാലിറ്റിയിലൂടെ, ഇതരേതരത്വത്തിലൂടെ ഫലപൂർണമായൊരു ജീവിതം നാം കാഴ്ചവെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് മധുരവും ആനന്ദവും ഒക്കെ നൽകുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
ഞാൻ സാക്ഷാൽ മുന്തിരിയുള്ള എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. പിതാവായ ദൈവം നമ്മെ സ്നേഹത്തോടെ പരിപാലിക്കുകയും കൂടുതൽ ഫലപൂർണമായി തീരേണ്ടതിന് നമ്മെ അവിടുത്തെ ആ പ്രൂണിങ് പ്രോസസ്സിലൂടെ ചെത്തി വെടിപ്പാക്കി ഫലപൂർണമാകാൻ നടത്തുന്ന പ്രവൃത്തികളിലൂടെ അനുദിനം ഒരുക്കിയെടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഇവിടെ മനസ്സിലാക്കുന്നു. ആകയാൽ ഫലപൂർണതയ്ക്കായി യേശു എന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിനോട് ചേർന്ന് നിന്ന് ഫലപൂർണരാകാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണമേ. ഇന്നേ ദിവസം അങ്ങയുടെ സഹിതത്തിൻ്റെ ശുഭത ഞങ്ങൾ അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.